വോട്ടെണ്ണലിന് ഇനി 1 മണിക്കൂർ 5 മിനിറ്റാണ് അവശേഷിക്കുന്നത്. 8 മണിയോടുകൂടി തന്നെ 140 മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടെണ്ണലുകളുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക, അതിനുശേഷമാകും മെഷീനുകളിൽ നിന്നുള്ള വോട്ടെണ്ണൽ ആരംഭിക്കുക. ഏതായാലും ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആദ്യ സൂചനകൾ പുറത്തുവിടാനുള്ള വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് പീപ്പിൾ TV ഒരുക്കിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഒരുപക്ഷെ പല തരത്തിലുള്ള എക്സിറ്റ് പോളുകളായാലും അല്ലെങ്കിൽ പോസ്റ്റ് പോൾ സർവേകളിലായാലും ഒക്കെ പല കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുമപ്പുറത്തേക്ക് അടിയൊഴുക്ക് എന്ന് പറയുന്ന ഒരു ഘടകം ഒരുപക്ഷെ വളരെ സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകാവുന്ന മേഖലയാണ് മധ്യ കേരളം. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടാകാവുന്ന ഏറ്റക്കുറച്ചിലുകൾ, അത് നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമാകാവുന്ന നിരവധി മണ്ഡലങ്ങൾ, വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന വിവിധ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്ക് കൂട്ടലുകൾ ഒരു പക്ഷേ അവസാന നിമിഷത്തിലേക്കൊക്കെ കടക്കുമ്പോൾ സാലി? സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയേതരമായ വിശേഷം സാമുദായികമായ അടിയൊഴുക്കുകൾക്ക് ഒരുപാട് പ്രസക്തിയുള്ള മേഖലയാണ് മധ്യ കേരളം. രാഷ്ട്രീയമായി പരിശോധിച്ചാൽ UDFന് മേൽക്കൈ അവകാശപ്പെടാൻ കഴിയുന്ന മുൻപും തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് മധ്യ കേരളം. വിശേഷിച്ചു എറണാകുളം, കോട്ടയം ജില്ലകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 2 ജില്ലകളിലും വലിയ മേൽക്കൈയായിരുന്നു UDFന് ഈ 2 ജില്ലകളും നൽകിയത്. പക്ഷേ ഒപ്പം തന്നെ ഇടുക്കി, തൃശ്ശൂർ, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നേരിയതാണെങ്കിലും മേൽക്കൈ ഇടതുപക്ഷത്തിനായിരുന്നു. പക്ഷേ പൊതുവിൽ മധ്യ കേരളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമാനമായ ഒരു ഫലം തന്നെയാണ് UDF ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. ചില എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രീ പോൾ സർവേകളും ഒക്കെ സൂചിപ്പിച്ചതും UDFന് മധ്യ കേരളത്തിൽ മേൽക്കൈ ലഭിക്കും എന്ന് തന്നെയാണ്. പക്ഷേ അടിയൊഴുക്കുകൾക്ക് വല്ലാതെ സാധ്യതകൾ ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രീ പോൾ സർവേകളും എക്സിറ്റ് പോൾ സർവേകളും ഒക്കെ അതിൻ്റെ ആധികാരികത എത്രമാത്രം വരും എന്നതിനെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉയരുന്ന ചില മണ്ഡലങ്ങളെങ്കിലും ഉണ്ട്. വിശേഷിച്ചും കൊച്ചി പോലുള്ള മണ്ഡലങ്ങൾ, അവിടെ UDFൻ്റെ വിമത സാന്നിധ്യമുണ്ട്. തൊട്ടടുത്ത മണ്ഡലമായ തൃപ്പൂണിത്തറ നമുക്കറിയാം സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ്. അഴിമതി ആരോപണങ്ങൾ നേരിട്ട മന്ത്രി ബാബു 6ാമത് തവണയും ജനവിധി തേടുന്നു. അവിടെ ബാബുവിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ LDF DYFയുടെ സംസ്ഥാന സെക്രട്ടറി സ്വരാജിനെ രംഗത്തിറക്കി അതിശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു മണ്ഡലം. അതായത് 6 തവണ UDFനൊപ്പം ഒരേ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന ഒരു ജനത ഇക്കുറി മാറി ചിന്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയമായി തൃപ്പൂണിത്തുറയിൽ ഉയർന്നു വന്നത്. ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം. നരേന്ദ്രമോദി അടക്കമുള്ളവർ NDAക്ക് വേണ്ടി പ്രചരണ രംഗത്തെത്തി. അങ്ങേയറ്റം സവിശേഷമായൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയാം. വലിയ ലീഡ് തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് നൽകി വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കുറി ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് രാഷ്ട്രീയ കേരളം. ഒന്ന്, പ്രധാനമായും അഴിമതി ആരോപണം നേരിടുന്നയാൾ 6ാമത് ജനവിധി തേടുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, NDA അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ശ്രമിച്ച ഒരു പ്രദേശമാണിത്. RSS സൈദ്ധാന്തികൻ എന്നറിയപ്പെടുന്ന തുറവൂർ വിശ്വംഭരനെ RSS നേതൃത്വം നേരിട്ട് മത്സരരംഗത്തിറക്കി. ഒരു ഘട്ടത്തിൽ BJP ശ്രീശാന്തിനെയൊക്കെ പരിഗണിച്ചിരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ RSS അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും തുറവൂർ വിശ്വംഭരനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ചില വിഷയങ്ങൾ NDAക്കകത്ത് ഉയർന്നു വന്നത് BDJS വെള്ളാപ്പള്ളിയും ഒക്കെ ബാബുവിന് അനുകൂലമായ ഒരു നിലപാട് രഹസ്യമായി സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നൊരു പ്രദേശമാണ് തൃപ്പൂണിത്തുറ. കുറച്ചധികം BDJS അല്ലെങ്കിൽ ഈഴവ ജനസമൂഹത്തിൽപ്പെടുന്നവരുടെ വോട്ടുള്ള പള്ളുരുത്തി പോലെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ബാബുവിന് അനുകൂലമായി വെള്ളാപ്പള്ളി പരസ്യമായോ രഹസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃപ്പൂണിത്തുറയിൽ UDFന് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനം അസാധ്യമായ തരത്തിലേക്ക് തൃപ്പൂണിത്തുറ അവസാന ഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താം. ഒരു പക്ഷേ UDF ഉറച്ചു പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് തൊട്ടടുത്ത കളമശ്ശേരി. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പതിവില്ലാത്ത, ഒരിക്കലുമില്ലാത്ത വെല്ലുവിളിയാണ് അവിടെ നേരിട്ടത്. അതിനു മുമ്പ് AM യൂസുഫ് ആണ് അവിടെ LDF മത്സരരംഗത്തിറക്കിയത്. AM യൂസുഫിന് കളമശ്ശേരി സ്വദേശിയാണ്. അദ്ദേഹത്തിന് അഗാധമായ വ്യക്തിബന്ധങ്ങൾ ഈ പ്രദേശത്തുണ്ട്.
അതും സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ പൊതു സാഹചര്യങ്ങളും ഇബ്രാഹിം കുഞ്ഞിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ ഉയർന്നു വന്ന റോഡ് നിർമ്മാണം, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ അഴിമതി തുടങ്ങി ഇതെല്ലാം ചേർന്നപ്പോൾ ഒരു വലിയ വികാരമായി മാറി എന്നാണ് UDF പറയുന്ന ആ മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ്. വൈപ്പിനിലേക്ക് വന്നാൽ വൈപ്പിൻ ഇടതുപക്ഷം ഉറപ്പായിട്ടും എസ് ശർമ്മയിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ UDFും സമാനമായ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് വൈപ്പിൻ്റെ ഇത്തവണത്തെ സവിശേഷമായ സാഹചര്യം. എറണാകുളം മണ്ഡലത്തിൽ UDF ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർക്ക് ഒരാശങ്കയും ആ കാര്യത്തിലില്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രതീക്ഷ എറണാകുളത്തെ സംബന്ധിച്ചില്ല എന്ന് തന്നെയാണ് അവരുടെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത മണ്ഡലമായ നഗര കേന്ദ്രീകൃതമായ തൊട്ടടുത്ത മണ്ഡലം തൃക്കാക്കര ബെന്നി ബെഹനാനാണ് ആയിരുന്നു അവിടെ മത്സരിക്കേണ്ടിയിരുന്നത്. നമുക്കറിയാം VM സുധീറിൻ്റെയൊക്കെ ഇടപെടലോടുകൂടി ബെന്നി ബെഹനാന് സീറ്റ് നഷ്ടപ്പെടുകയും പകരം പഴയ ഇടുക്കി MP PT തോമസ് മത്സരരംഗത്ത് എത്തുകയും ചെയ്ത ഒരു സാഹചര്യം. അത് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി UDFന് മൃഗീയമായ ആധിപത്യമുള്ള മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് തൃക്കാക്കര. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ സ്ഥാനാർത്ഥിയായി വരികയും UDFിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉരുണ്ടുകൂടുകയും ഒക്കെ ചെയ്തത് വലിയ തോതിൽ മത്സര ചിത്രത്തെ മാറ്റി. സെബാസ്റ്റ്യൻ പോളിൻ്റെ വ്യക്തിബന്ധങ്ങളും വ്യക്തിപ്രഭാവവും എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇളക്കി മറിച്ചിട്ടുണ്ട് LDF ആ മണ്ഡലം. പക്ഷേ ഫലം എന്താകും എന്നതിനെ സംബന്ധിച്ച് UDFന് വലിയ ആശങ്കകളില്ല എന്ന വികാരമാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. പെരുമ്പാവൂരാണ് ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡലം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ ഉയർന്നു വന്ന ജിഷ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ അത് ആർക്ക് അനുകൂലമാകും ആർക്കെതിരാകും എന്നതിനൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. നിലവിൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ സാജു പോളാണ് അവിടെ MLA. ആ വിഷയം പൊതുവിൽ സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് സൃഷ്ടിക്കപ്പെട്ടെങ്കിലും സാജു പോളിനെതിരായ ഒരു വികാരമായി മാറ്റിയെടുക്കാൻ UDF പരിശ്രമിക്കുകയും ചില ഘട്ടങ്ങളിലെങ്കിലും അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ സാജു പോളിന് വലിയ തോതിൽ വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയായി സാജു പോൾ ആ മണ്ഡലം നിലനിർത്തുന്നതിന് സാമുദായികമായ ചില കാരണങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. വിശേഷിച്ചും യാക്കോബായ സഭയുടെ പിന്തുണ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ളവരോ ഒക്കെ ആയിരുന്നു പെരുമ്പാവൂരിൽ വലത് സ്ഥാനാർത്ഥികളായി വന്നിരുന്നത്. എന്നാൽ ഇക്കുറി എൽദോസ് കുന്നപ്പള്ളി അതേ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാളെ UDF ഇറക്കി സമുദായ നേതൃത്വത്തിൻ്റെ പിന്തുണ നേടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പൊതു സാഹചര്യത്തിൽ പെരുമ്പാവൂർ LDFന് നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന വ്യക്തിബന്ധങ്ങൾ സാജു പോളിന് ആ മണ്ഡലത്തിലുണ്ട് എന്നത് പരിഗണിക്കാതെ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും LDFന് ഇത് നഷ്ടപ്പെടും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ചില പ്രതിസന്ധികൾ LDF ആ സിറ്റിംഗ് സീറ്റിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. കുന്നത്ത് നാടാണ് തൊട്ടടുത്തൊരു മണ്ഡലം. അവിടെ സിറ്റിംഗ് MLA VP സജീന്ദ്രൻ ജനവിധി തേടുന്നു. കന്നി അംഗത്തിനായി LDF ഒരു വനിതാ സ്ഥാനാർത്ഥി, സംവരണ മണ്ഡലമാണ്, വനിതാ സ്ഥാനാർത്ഥിയായ ഷിജി ശിവജിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. VP സജീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ മണ്ഡലത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ മൂർധന്യഘട്ടത്തിൽ സജീന്ദ്രനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പുകളൊക്കെ വലിയ തോതിൽ മണ്ഡലത്തിൽ ചർച്ചയാവുകയും LDFും BJPയും അതിനെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ സാമുദായികമായ ചില അടിയൊഴുക്കുകൾ സജീന്ദ്രനെതിരെ അവിടെ ഉണ്ടായാൽ ഒരു പക്ഷേ കുന്നത്ത് നാടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പോളിംഗ് നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് കുന്നത്ത് നാട്. 85%, 3.7 കുന്നത്ത് നാട്ടിലെ പോളിംഗ് ശതമാനം. പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം പിറവമാണ്. പിറവത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിലൂടെ അനൂപ് ജേക്കബ് വരികയും 12,000 വോട്ടിന് ജയിക്കുകയും ചെയ്ത ഒരു മണ്ഡലം. അനൂപ് തന്നെ വീണ്ടും മന്ത്രിയായിരുന്നു ജനവിധി തേടുന്നു. അനൂപിനെ നേരിട്ട അതേ MJ ജേക്കബ് തന്നെ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു. ചരിത്രത്തിലേക്ക് പോയാൽ അനൂപിൻ്റെ പിതാവ് TM ജേക്കബിനെ പരാജയപ്പെടുത്തുകയും TN ജേക്കബിനോട് നേരിയ വോട്ടിന് പരാജയപ്പെടുകയും ചെയ്ത ചരിത്രമുള്ള MJ ജേക്കബ് തന്നെ. അപ്പോൾ MJ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധങ്ങളുണ്ട് ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരുമായിട്ട്. അനൂപ് ജേക്കബിനാണെങ്കിൽ സമാനമായ സ്ഥിതി തന്നെ. സ്വന്തം പിതാവ് ഉണ്ടാക്കി വെച്ച വ്യക്തിബന്ധങ്ങളുണ്ട്, മന്ത്രി എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയ ബന്ധങ്ങളുണ്ട്. പക്ഷേ അനൂപ് നേരിടുന്ന ഒരു പ്രതിസന്ധി ആ മണ്ഡലത്തിൽ അനൂപിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയായി ആ പ്രദേശത്ത് എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ കാലയളവിൽ ഒരു മന്ത്രിസ്ഥാനം
കൈയാളുകയും അതിനിടയിൽ ഒരിക്കലുമില്ലാത്ത വിധം അനവധിയായ അഴിമതി ആരോപണങ്ങൾ നേരിടുകയും വിജിലൻസ് അന്വേഷണങ്ങൾ നേരിടുകയും ചെയ്ത ഒരു മന്ത്രി എന്ന പ്രതിച്ഛായയിലാണ് അനൂപ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തിരികെ എത്താം. ഒരുപക്ഷെ UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഇപ്പോഴും ഉള്ള മേഖലയാണ് മധ്യ കേരളം. പക്ഷേ അതിനോടൊപ്പം തന്നെ വലിയ സാമുദായിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും. ഒപ്പം ഭരണവിരുദ്ധ വികാരം അത് പ്രതിഫലിക്കുകയാണെങ്കിൽ അതും തിരിച്ചടിയാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് അവിടെ LDF വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി നിർണായകമായ 53 മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. എന്താണ് സംഭവിക്കാൻ പോകുക? 14ാം നിയമസഭയിൽ ആരാണ് നമ്മെ നയിക്കുക എന്ന് അറിയാനുള്ള നിമിഷങ്ങൾക്കുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുകയാണ്. ഏതായാലും വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെയായി പോകുന്നു. മലപ്പുറത്ത് നിന്നും സാലി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാലി, ഒരുപക്ഷെ ലീഗിന്റെ കോട്ട എന്നറിയപ്പെടുന്ന, ലീഗിന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന മലപ്പുറം പല സർവേകളിലും ഒക്കെ ആയാൽ തന്നെയും ചില വിള്ളലുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിയിരുന്നു. ഒരുപക്ഷെ ഈ അവസാന നിമിഷങ്ങളിലേക്കുള്ള കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? പല മേഖലകളിലും വോട്ടിംഗ് കുറഞ്ഞതടക്കം, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതടക്കം ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ അവസാന നിമിഷങ്ങളിലെ ഒരു കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? മറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് സാലി? സൗമ്യ, മലപ്പുറത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. 16 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. UDF ക്യാബിനറ്റിലെ 4 മന്ത്രിമാർ വീണ്ടും ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയും മലപ്പുറം ജില്ലയിലുണ്ട്. പെരിന്തൽമണ്ണ മഞ്ഞളാംകുഴി അലിയും വേങ്ങര PK കുഞ്ഞാലിക്കുട്ടിയും തിരൂരങ്ങാടി PK അബ്ദുൾ റബ്ബും വണ്ടൂരിൽ AP അനിൽകുമാറും വീണ്ടും ജനവിധി തേടുകയാണ്. ഇവിടെ പെരിന്തൽമണ്ണയിൽ മാത്രമാണ് കാര്യമായ ഒരു മത്സരം നടന്നിട്ടുള്ളത്, കടുത്ത മത്സരം നേരിട്ടുള്ളത്. മന്ത്രിമാർ മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം താരതമ്യേന കുറവായിരുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോലും പെരിന്തൽമണ്ണയിലെല്ലാം വളരെ കുറവായിരുന്നു. LDFന്, ഇടതുപക്ഷത്തിന് ഇതിലെല്ലാം വലിയ ആത്മവിശ്വാസവുമുണ്ട്. നിലവിൽ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്, തവനൂരും പൊന്നാനിയിലും മാത്രമാണ് LDFിനൊപ്പമുള്ളത്. എന്നാൽ ഇത്തവണ കടുത്ത മത്സരം നടന്ന തന്നെ 5 മണ്ഡലങ്ങളാണ് വിലയിരുത്തുന്നത്. ഒന്ന് നിലമ്പൂരാണ്. ആര്യാടൻ ഷൗക്കത്ത്, മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ മത്സരിച്ച മണ്ഡലമാണ്. ഇവിടെ വലിയ പോളിംഗ് പെർസെൻറ്റേജും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് വോട്ട് കണക്കാക്കിയാൽ മാത്രം 5598 വോട്ടിന്റെ ചെറിയ വ്യത്യാസം മാത്രമാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്. നിലമ്പൂർ LDFന് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. അതുപോലെ മങ്കട മണ്ഡലത്തിലും താനൂർ മണ്ഡലത്തിലും, താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും V അബ്ദുറഹ്മാനുമായിരുന്നു മത്സരിച്ചത്. ഇവിടെ വലിയ വാശിയുണ്ടായിരുന്നു. മലപ്പുറത്ത് തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം 80.81 വരെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് താനൂരിലായിരുന്നു. മുസ്ലിം ലീഗിന്റെ കോട്ടകൾ എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ വലിയ മത്സരം നടന്നതും താനൂരിലായിരുന്നു. താനൂര് LDFിനൊപ്പം നിൽക്കുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ LDF ഇടതുപക്ഷമുള്ളത്. അതോടൊപ്പം തന്നെ കടുത്ത മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം പെരിന്തൽമണ്ണ തന്നെയാണ്. പെരിന്തൽമണ്ണയും നിലമ്പൂരും മങ്കടയും കടുത്ത മത്സരം നടന്നിരിക്കുന്നു. അതോടൊപ്പം സംസ്ഥാനത്ത് തന്നെ UDFിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം നിയോജക മണ്ഡലവും കോട്ടക്കൽ നിയോജക മണ്ഡലവുമായിരുന്നു അത്. ഈ 2 മണ്ഡലങ്ങളിലും തരക്കേടില്ലാത്ത ഒരു മത്സരം നടന്നു എന്ന വിലയിരുത്തലിലാണ് ഭൂരിപക്ഷം 43,000 വരെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേങ്ങര, PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച വേങ്ങരയിലും വലിയ ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ 43,780 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്നു. സമാനമായ ഒരു ഭൂരിപക്ഷം ഇത്തവണയും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ വേങ്ങരയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 6 മണ്ഡലങ്ങളിലൊഴികെ UDFിനൊപ്പം നിൽക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെ മുസ്ലിം ലീഗിനുണ്ട്. അതോടൊപ്പം തന്നെ UDFിൽ മുസ്ലിം ലീഗിന് ഏറെ ആത്മവിശ്വാസമുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ 16 മണ്ഡലങ്ങളിൽ 16 മണ്ഡലങ്ങളിൽ 12 ഇടത്തും മുസ്ലിം ലീഗ് തന്നെയാണ് മത്സരിച്ചത്. ഇത് ഏറെക്കുറെ കൂടെ നിൽക്കും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും ലീഗ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 8 കേന്ദ്രങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്നത് ഒരുങ്ങിയിട്ടുള്ളത്. ഇതിന്റെ അവസാനഘട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു.
കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൻ്റെത് കൊണ്ടോട്ടി VHS സ്കൂളിലാണ് വോട്ടെണ്ണുന്നത്. ഏറനാട്, മഞ്ചേരി, മലപ്പുറം മണ്ഡലങ്ങളിലെ വോട്ട് മലപ്പുറം ഗവൺമെൻറ് കോളേജിലും അങ്ങാടിപ്പുറം പോളിടെക്നിക്കൽ, മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളുടെ വോട്ടും എണ്ണും. വേങ്ങര, വള്ളിക്കുന്ന് മണ്ഡലങ്ങളുടേത് തിരൂരങ്ങാടി PSMO കോളേജിലാണ്. തിരൂരങ്ങാടി KMM ഓർഫനേജിലാണ് തിരൂരങ്ങാടി മണ്ഡലത്തിലെ വോട്ടെണ്ണുന്നത്. തിരൂർ സീതി സാഹിബ് പോളി കോളേജിലാണ്. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിലെ വോട്ട് എണ്ണുന്നത്. പൊന്നാനി AVHS സ്കൂളിലാണ് തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത്. ഇതിൻ്റെ അവസാന വട്ട നടപടികളിലേക്കെല്ലാം കടന്നു കഴിഞ്ഞിരിക്കുന്നു. 75.72% മലപ്പുറം ജില്ലയിലെ പോളിംഗ് ശതമാനം. സംസ്ഥാന ശരാശരിയേക്കാൾ ഇപ്പോഴും താഴെയാണ് മലപ്പുറത്തെ പോളിംഗ് ശതമാനം എന്നതും ശ്രദ്ധേയമാണ്. സൗമ്യ. സാലിഹാണ് മലപ്പുറത്തെ പൊതുവായ വിവരങ്ങൾ നൽകിയത്. 16 മണ്ഡലങ്ങളിൽ ഏതായാലും വളരെ ശക്തമായി മത്സരം നടക്കുന്ന അത്തരം സൂചനകളുള്ള 5 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ല, അവിടെയും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 80 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. വിപുലമായ സജ്ജീകരണങ്ങൾ എല്ലാ കേന്ദ്രത്തിൽ നിന്നും അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പീപ്പിൾ TV ഒരുക്കിയിരിക്കുന്നു. വളരെ വേഗം മറ്റ് മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്കുമായി സജ്ജീകരണങ്ങളുടെ വിശദാംശങ്ങളുമായി ഒക്കെ തന്നെ തിരികെ എത്താം. വോട്ടെണ്ണൽ നടപടികളിലേക്ക് കടക്കുകയാണ്. സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പങ്കുവെക്കാനുള്ളത്. 7:30യോടുകൂടി സ്ട്രോങ് റൂമുകളിൽ നിന്നും വോട്ടിംഗ് മെഷീനുകൾ എണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. 8 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അതിനുശേഷമാകും മെഷീനിൽ നിന്നുള്ള കൗണ്ടിങ്ങുകൾ തുടങ്ങുക. 80 കേന്ദ്രങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കാനായി അല്ലെങ്കിൽ കൗണ്ടിങ്ങിനായി 80 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് പീപ്പിൾ TV ഒരുക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടതടവില്ലാതെ ഇത്തരം അപ്ഡേഷനുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരിക്കും പീപ്പിൾ TV ചെയ്യുക. ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ വിവിധ സ്ക്രീനിൽ ഒരുക്കിയിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതിന് തന്നെയായിരിക്കും ഞങ്ങൾ പ്രയോറിറ്റി നൽകുക എന്നതുകൊണ്ട് തന്നെ അത്തരം പുതിയ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. 80 കേന്ദ്രങ്ങളിൽ നിന്നാണ് വോട്ടെണ്ണൽ നടക്കുക. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരുപക്ഷെ പല സൂചനകൾ ലഭ്യമാകും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. 30 മിനിറ്റിന് ശേഷം ആകും മെഷീനുകളിൽ നിന്നുള്ള എണ്ണലുകൾ തുടങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് 77.35 ആയിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടുതൽ. ഒരു പക്ഷേ വളരെ സജീവമായ വലിയ പ്രചരണങ്ങൾക്കൊക്കെ ഒടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയത്. അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളൊക്കെ തന്നെയും പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വളരെ നിർണായകമായ ഘടകങ്ങൾ വിലയിരുത്തപ്പെടുന്ന, വിധി എഴുതപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം പോലും വളരെ ഗൗരവതരമായി ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത്. ഏതായാലും 14ാം നിയമസഭയിൽ ആരാണ് നമ്മളെ ഭരിക്കുക എന്നത് അറിയാനുള്ള കാത്തിരിപ്പുകളിലേക്ക് കടക്കാൻ ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 44 മിനിറ്റ് മാത്രമാണ് ഇനിയുള്ളത്. യെസ്, സജേഷ് പൊതുവായ വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, സ്ട്രോങ് റൂമുകൾ തുറന്നോ? 7:30യോടുകൂടി സ്ട്രോങ് റൂമിൽ നിന്നും വോട്ടിംഗ് മെഷീനുകൾ കേന്ദ്രങ്ങളിലേക്ക് അയക്കും എന്നാണ് അറിഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ സജ്ജീകരണങ്ങളുടെ അല്ലെങ്കിൽ ഒരുക്കങ്ങളുടെ ഒക്കെ വിവരങ്ങൾ എങ്ങനെയാണ് സജേഷ്? സൗമ്യ, സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. 7:30യോടുകൂടി തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റും. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വോട്ടെണ്ണലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൗണ്ടിംഗ് ഏജൻസിൻ്റെയും വരണാധികാരികളുടെയും യോഗം കളക്ടർ രാവിലെ വിളിച്ചിരുന്നു. ആ യോഗം പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിത്തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലായി 80 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്താകെ വോട്ടെണ്ണുന്നത്. ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളും എണ്ണുന്ന മാർ ഇവാനിയോസ് കോളേജിലാണ്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരെല്ലാം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സ്ട്രോങ് റൂമിൽ നിന്നും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികളും പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ 9-5 എന്ന നിലയിലായിരുന്നു കക്ഷിനില. LDFന് 9 സീറ്റും UDFന് 9 സീറ്റും LDFന് 5 സീറ്റുമായിരുന്നു. ഈ 2016 തെരഞ്ഞെടുപ്പിൽ അല്പസമയത്തിനുള്ളിൽ വരാനിരിക്കുന്ന
ഫലം കാത്തു നിൽക്കുമ്പോൾ രണ്ട് മുന്നണികളും ഒരേപോലെ പ്രതീക്ഷയിലാണ്. 8 മുതൽ 10 വരെ സീറ്റാണ് രണ്ട് മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. LDF സിറ്റിംഗ് സീറ്റായ 5 സീറ്റുകൾക്കൊപ്പം നെയ്യാറ്റിൻകര, പാറശാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്നു. 8 മുതൽ 10 സീറ്റ് വരെ രണ്ട് മുന്നണികളും പ്രതീക്ഷിക്കുന്നു. തെക്കൻ കേരളത്തിലാകെ 30 സീറ്റിൽ കഴിഞ്ഞ തവണത്തെ നില 17-13 ആയിരുന്നു. LDFന് 17 സീറ്റും 13 സീറ്റ് UDFനുമായിരുന്നു. കൊല്ലത്ത് 9-2 എന്നതായിരുന്നു നില. 9 LDFും 2 UDFും. ഇത്തവണ കൊല്ലത്ത് ഒരു ക്ലീൻ സ്വീപ്പ് LDF പ്രതീക്ഷിക്കുന്നു. അതേസമയം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ കോൺഗ്രസിന് സീറ്റുണ്ടായിരുന്നില്ല. ഇത്തവണ കോൺഗ്രസിന് സീറ്റുണ്ടാകുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ 3 LDFും 2 UDFുമായിരുന്നു. ഇതിനേക്കാൾ മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നു. എന്നാൽ 4 സീറ്റെങ്കിലും മിനിമം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്, വിലയിരുത്തലാണ് LDF നേതൃത്വത്തിനുള്ളത്. തെക്കൻ കേരളത്തിൻ്റെ പൊതുചിത്രം ഇതാണ് സൗമ്യ. അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുപോകും. ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണുക. 15 മിനിറ്റോളം കൊണ്ട് പോസ്റ്റൽ വോട്ടുകൾ തീരും. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും 14 മേശകൾ വീതമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 15ാമത്തെ മേശ വരണാധികാരിയുടെ മേശയാണ്. ഇതിലാണ് പോസ്റ്റൽ വോട്ട് എണ്ണുക. മറ്റ് 14 ടേബിളുകളിലായി 12 ബൂത്തുകൾ വീതമുള്ള റൗണ്ടുകളായാണ് വോട്ടുകൾ എണ്ണുക. 100 മുതൽ 130 വരെ ബൂത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബൂത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് 10 മുതൽ 12 വരെ റൗണ്ടുകൾ കൊണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകും. സൗമ്യ. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഉദ്യോഗങ്ങളുടെ നിമിഷങ്ങളെ മിനിറ്റുകളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് 41 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. വോട്ടെണ്ണൽ ആരംഭിക്കാനായി അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. തുടർന്ന് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. അതിനുശേഷം 8 മണിയോടുകൂടി തന്നെ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങുന്നതോടുകൂടി വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങളെല്ലാം വോട്ടെണ്ണൽ തന്നെ പൂർണ്ണമായി ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ നിന്നായി 80 കേന്ദ്രങ്ങളിലൂടെയാണ് വോട്ടെണ്ണൽ നടക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം ജീവൻ കൂടി കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളുമായി പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ പോസ്റ്റ് പോൾ സർവേകളിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ ചില വിവരങ്ങളൊക്കെ കൊണ്ട് കൂടുതൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ കൂടുതൽ ചൂടുള്ളതാക്കിയ ഒരു ജില്ല കൂടിയാണ് കോട്ടയം. പാലായിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മാണി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില സൂചനകൾ പലയിടത്തു നിന്നും കണ്ടു. ഒരുപക്ഷെ വലിയ പ്രതീക്ഷകൾ UDF വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന കോട്ടയത്ത് പൊതുവിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസാന നിമിഷങ്ങളിൽ എത്തുമ്പോഴുള്ളൊരു കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? ഏത് മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ നിന്നുള്ള റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക? അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളിലേക്കും സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം കേരളത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളി, പാല, പൂഞ്ഞാർ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ കോട്ടയം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം രാഷ്ട്രീയ കേരളം വളരെയധികം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലങ്ങൾ കൂടിയാണിത്. പ്രത്യേകിച്ച് പാല അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരു അട്ടിമറിക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ഒരു ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും പാലയെ സംബന്ധിച്ച് പാല വളരെയധികം വർഷങ്ങളായി ആ മണ്ഡലത്തിൻ്റെ രൂപീകരണ കാലം തൊട്ട് KM മാണിയാണ് ആ പാലയിൽ ജനപ്രതിയായിരുന്നത്. മാണിയെ തള്ളിക്കൊണ്ട് മറ്റൊരു മാണിയെ ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം പുതുപ്പള്ളിയെ സംബന്ധിച്ച് പുതുപ്പള്ളി ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് തന്നെ വലിയൊരു തരത്തിൽ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ തരത്തിൽ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനായി കാത്തിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ വസതിയിലാണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കോട്ടയത്ത് എത്തിയിരുന്നു. കോട്ടയം TBയിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം പിന്നീട് ഇന്ന് രാവിലോടുകൂടി പുതുപ്പള്ളിയിലെ വസതിയിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് നേരത്തെ ഭരണ തുടർച്ച എന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമല്ലേ ഫലം അറിയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഫലം അറിയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു ദൃഢവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ദേശീയ മാധ്യമങ്ങളടക്കം തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്, അതായത് പുതുപ്പള്ളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വലിയ ആകാംക്ഷയോടെ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ അടക്കം മണ്ഡലങ്ങളിൽ വലിയ ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. വൈക്കത്ത്
വലിയൊരു മത്സരം നടന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ മറ്റൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഡെപ്യൂട്ടി ലീഡറായിട്ടുള്ള CF തോമസും അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഡോക്ടർ KC ജോസഫും തമ്മിലായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ച ഒരു മത്സരം കൂടിയാണ്. ഒപ്പം പൂഞ്ഞാറിലേക്ക് കടന്നാൽ പൂഞ്ഞാറിലെ മത്സരം പ്രവചനാതീതം എന്ന തരത്തിൽ തന്നെ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നെങ്കിലും അവസാന ഘട്ടത്തിൽ വലിയൊരു രാഷ്ട്രീയ മത്സരമായി തന്നെ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജ് അടക്കം ജനക്ഷേമ മുന്നണി എന്ന അല്ലെങ്കിൽ മുന്നണി എന്ന് പറഞ്ഞ് PC ജോർജ് അടക്കം സ്ഥാനാർത്ഥിയെ രംഗത്തുണ്ടായിരുന്നു. അതേസമയം PC ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള PC ജോസഫ് ആയിരുന്നു ഇവിടെ LDF സാരഥിയായിരുന്നത്. ജോർജ് കുട്ടി അഗസ്തിയായിരുന്നു കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിട്ട്. ജോർജ് കുട്ടി അഗസ്തി UDFിൻ്റെ പ്രതിനിധിയായി രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ മത്സരം അല്ലെങ്കിൽ അത് രാഷ്ട്രീയ കേരളം പ്രത്യേക താല്പര്യത്തോടു കൂടി നോക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത. എന്തായാലും കോട്ടയം നഗരം കേന്ദ്രീകരിച്ച് 4 ഇടങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ. ഇതിൻ്റെ അതായത് 8 മണിയോടുകൂടി തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. അതിനുശേഷം 8:30-ക്കാണ് വോട്ടിംഗ് യന്ത്രത്തിലുള്ള വോട്ടുകൾ എണ്ണുക. അതോടുകൂടി തന്നെ അരമണിക്കൂറിൽ തന്നെ ഒരു ലീഡ് നില അറിയാൻ കഴിയും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 1411 ബൂത്തുകളാണ് മൊത്തം ഈ 9 മണ്ഡലങ്ങളായുള്ളത്. 2 മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരും എന്നാണ് അറിയുമ്പോൾ 11 മണിയോടുകൂടി തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. TP പ്രശാന്താണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടുകൂടി വീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് ഏതായാലും കോട്ടയത്ത് ഉള്ളത്. ആ വിധത്തിൽ കൂടിയാണ് കോട്ടയത്തെ രാഷ്ട്രീയം സുപ്രധാനമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. ജീവൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജീവൻ AKG സെന്ററിന്റെ മുന്നിൽ നിന്നാണ് ജീവൻ എന്ന് കരുതുന്നു. ജീവൻ, ഒരുപക്ഷെ ഇന്ന് ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ഒരു ദിവസം കൂടിയാണ്, നായനാർ ദിനം കൂടിയാണ് ഇന്ന്. ഒപ്പം തന്നെ വലിയൊരു പ്രതീക്ഷ ഇന്നത്തെ ദിവസത്തിൽ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്ന ദിവസം കൂടി. ആ വിധത്തിലൊക്കെയുള്ള കാൽക്കുലേഷനുകൾ എങ്ങനെയാണ്? സൗമ്യ, 2004 ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ EK നായനാർ കേരളത്തോട് വിട പറഞ്ഞത്. ആ ദിവസം തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറക്കാനാവാത്തൊരു ദിനമാണ്. ഒരു സമയത്ത് ഒരു വശത്തുകൂടി സന്തോഷം പ്രദാനം ചെയ്യുമ്പോൾ കടുത്ത ദുഃഖത്തിൻ്റെ ഭാഗമാകേണ്ടി വരികയും ചെയ്തു. ഒരുപക്ഷെ ആ അന്തരിച്ച നേതാവിനുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയായിരിക്കും കേരളത്തിലെ ജനത ഇന്ന് നൽകാൻ പോകുന്നത് എന്ന ഉറച്ച വിശ്വാസമാണ് തീർച്ചയായും CPM കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നത്. ഇന്നത്തെ ഫലത്തിൽ താഴെത്തട്ടിൽ 2 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചണ്ഡമായ പ്രചാരവേലക്കൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയ എല്ലാ മുദ്രാവാക്യങ്ങളും പൊതുവിൽ പ്രതിഫലിക്കപ്പെട്ടു എന്നും ജനങ്ങൾ അവ ഏറ്റെടുത്തു എന്നുമാണ് CPM കേന്ദ്രങ്ങളുടെ അവകാശവാദം. അതുതന്നെയാണ് താഴെത്തട്ടിൽ നിന്നും ലഭിക്കുന്ന കണക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം അതിന് തീർച്ചയായും കൂട്ടാകുകയും ചെയ്യുന്നു എന്ന സാധ്യതയാണുള്ളത്. തീർച്ചയായും ഇന്ന് അല്പസമയങ്ങൾക്ക് ശേഷം EK നായനാർ ദിനമാണ് ഇന്നിവിടെയുള്ളത്. CPM-ൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരായ പിണറായി വിജയൻ കണ്ണൂരും VS അച്യുതാനന്ദൻ പാലക്കാടുമാണ് ഉള്ളത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആനത്തലവട്ടം ആനന്ദനും MV ഗോവിന്ദ മാസ്റ്ററും ബേബി ജോണും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അവർ അല്പസമയത്തിനകം AKG സെൻറ്ററിലേക്ക് എത്തും. ഫലം കാണുന്നതിനായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂടി അല്പസമയത്തിനകം CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെൻറ്ററിൽ എത്തുകയും ചെയ്യും. സൗമ്യ. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. നായനാരുടെ ഓർമ്മദിനം കൂടിയായ ഈ ദിവസം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ കേരള ചരിത്രത്തിലൊക്കെ തന്നെ വലിയൊരു അഭിമാനമായ ആ വ്യക്തിത്വത്തിന്റെ ഈ ഒരു ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിനുള്ള ആദരസൂചകം കൂടിയാകും ഈ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം എന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മറ്റ് മേഖലകളിൽ നിന്നുള്ള കൗണ്ടിങ്ങിന്റെ ഒക്കെ തന്നെയും സജ്ജീകരണങ്ങൾ, മറ്റ് മേഖലകളിൽ നിന്നുള്ള മറ്റ് രാഷ്ട്രീയ വിവരങ്ങളൊക്കെ തന്നെ അതിലേക്ക് വളരെ വേഗം തിരികെ എത്താം.